പി ജെയിംസ് കൂടി ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിന് തിരിച്ചടി വീഴാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. കാര്യം ഇപ്പം തന്നെ വീട്ടമ്മമാരുടെ ഉറക്കം കെടുത്തി. അതുപോലെ ഈ സാധനങ്ങൾക്ക് വില കൂടുന്നു. അതുപോലെ സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ ശ്രമിക്കുന്ന പ്രവാസികൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റെന്ത് വാർത്തകളാണ് ബി വരാൻ പോകുന്നത്? പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ കനക്കുന്ന അവസ്ഥയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരുപാധികം കീഴടങ്ങണമെന്ന് പറഞ്ഞതിനോട് ഒരു തരത്തിലും കീഴടങ്ങാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല ഫൈറ്റ് കൂടുതൽ ശക്തമാക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിലേക്കും അതുപോലെ തന്നെ ലെബനിലേക്ക് ഇസ്രായേലും യുദ്ധം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ പല ഗൾഫ് രാജ്യങ്ങളിലും ചില സമയത്തൊരു ഇടവേള വരും, ഈ മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട് ഇറാൻ. അതെല്ലാം തകർത്ത് കളയുന്നുണ്ട്. ഇപ്പോൾ സൗദിയിൽ തന്നെ 10 ഡ്രോണുകളാണ് എത്തിയത്. പക്ഷെ അതെല്ലാം തകർത്ത് കളഞ്ഞു. എണ്ണപ്പാടങ്ങളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളത് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളതാണ്. കാരണം ഞങ്ങൾ യുദ്ധത്തെ നേടുമ്പോൾ നിങ്ങളൊന്നും അങ്ങനെ സുഖമായിട്ട് കഴിയേണ്ട എന്ന ഒരു തരത്തിലുള്ളൊരു ചിന്ത കൂടിയാണ് ഇതിൽ. ഇതുവരെ അവർ പറഞ്ഞത് US-ന്റെ സേനാ താവളങ്ങൾ മാത്രം ആക്രമിക്കുന്നുവെന്നാണ്. US സേനാ താവളങ്ങൾക്ക് നേരെ കുവൈറ്റിൽ പലതരത്തിൽ ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള പല റിപ്പോർട്ടുകളും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ പുറത്തുവിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പലപ്പോഴും ഈ കുവൈറ്റിൽ നിന്ന് റിപ്പോർട്ടുകൾ വരാത്തത്. അവിടെ 3 വിമാനങ്ങൾ വീണതിൻ്റെ വിഷ്വലൊക്കെ കൊടുത്ത മാധ്യമപ്രവർത്തകർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായി. കുവൈറ്റ് അങ്ങനെയാണ്. ഖത്തറിലും മിസൈൽ ഇത് ചെയ്തിരുന്നു. അത് തകർത്ത് കളയുന്നതിൻ്റെ ദൃശ്യങ്ങൾ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടൻ ഫൈറ്റർ ജെറ്റുകളുമായി ഖത്തറിനെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഖത്തറുമായിട്ട് വലിയ അടുത്ത ബന്ധമാണ് ബ്രിട്ടൻ ഉള്ളത്. ഒരു തരത്തിലും ട്രംപുമായിട്ട് ഒരു യുദ്ധത്തിന്, ഇറാനിലെ യുദ്ധത്തിന് ഇല്ലെന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ ഫൈറ്റർ ജെറ്റുകൾ ഖത്തറിന് കൊടുത്തിരിക്കുന്നു. അതിനുവേണ്ടി അവർ പറഞ്ഞൊരു വാദം ഇതാണ്, ഇവരാരും യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളല്ല. അങ്ങനെ ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, അവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്. ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ പോകുന്നില്ലെന്നാണ് ബ്രിട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ യുദ്ധം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് ഇസ്രായേൽ ലെബനോൻ തമ്മിലാണ്. ഇത് ഏകപക്ഷീയമാണ്. ഹെസ്ബുള്ളയുടെ ചില റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വരുന്നുണ്ടെങ്കിലും ഒരു കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു. ഒരുപാട് ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുന്നു. ഹെസ്ബുള്ളയുടെ ഒരു പ്രമുഖ നേതാവ് അലി ജുസ്മിയെ കൊലപ്പെടുത്തി, അവിടെ ആർട്ടിലറി ഓപ്പറേഷൻ്റെ തലവനാണ്, കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ലെബനോനിൽ മരണസംഖ്യ 217 കടന്നിരിക്കുന്നു. അപ്പോൾ 200-ലേറെ പേർ ലെബനോനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഹെസ്ബുള്ള നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് അത് തുടങ്ങിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിലാണ്. ഇറാനിൽ മരണസംഖ്യ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1332 ഔദ്യോഗിക കണക്ക്. പക്ഷേ 1500-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന അനൗദ്യോഗിക കണക്കുകൾ വരുന്നുണ്ട്. ഇസ്രായേലിലേക്ക് ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലുകൾ, അതുപോലെ തന്നെ ക്ലസ്റ്റർ ബോംബുകളൊക്കെ പോകുന്നുണ്ട്. ഇറാൻ അതിശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട്. ഇറാൻ്റെ മണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ ആക്രമണം വരുന്നത് അവരുടെ മിസൈൽ ലോഞ്ചിങ് സെൻറ്റേഴ്സ്, ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ്. അവിടെ ടെഹ്റാനിൽ ആളൊഴിഞ്ഞ അവസ്ഥയാണ്. അവിടെയൊന്നും ആരുമില്ല. കാരണം ടെഹ്റാനാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. കടലിൻ്റെ അവസ്ഥ അതിരൂക്ഷമാണ്. കടലിൽ എപ്പോഴും ഹോർമോസ് കടലിടുക്കിൽ നിന്ന് കപ്പലുകളൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ 200 കപ്പലുകൾ കുടുങ്ങിക്കിടക്കാണ്. താങ്ക് യു ബി ജെയിംസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.